ഹായ് ഫ്രണ്ട്സ്, വിബിൻ ആൻഡ് റാണി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയുമായാണ്. ഇത് അമേരിക്കൻ മാനുഫാക്ചറിംഗ് കമ്പനിയായ ബ്ലാക്ക് ഡക്കറിന്റെ ഒരു വാക്യൂം ക്ലീനറിനെ പറ്റിയാണ്. ഒട്ടുമിക്ക വീടുകളിലും ഉപയോഗിക്കുന്ന ഒന്നാണ് വാക്യൂം ക്ലീനർ. അതിന്റെ ഒരു 3-in-1 കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വാക്യൂം ക്ലീനറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന്റെ അൺബോക്സിംഗും സ്പെസിഫിക്കേഷനും ഇതിന്റെ യൂസേജും കാര്യങ്ങളും ഒക്കെ എന്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അല്പം ലെങ്ത് കൂടുതലാണ്, എങ്കിലും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനറായ ബ്ലാക്ക് ഡക്കറിന്റെ പാക്കേജ്. ഞാനിതൊന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും പാക്കിംഗ് ഒക്കെ നല്ലൊരു പാക്കിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. 5-6 ഫോൾഡിംഗ് നമുക്ക് കാണാൻ കഴിയും. പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് പോന്നിട്ടാണ് പാക്കിംഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കവറാണ് ഞാനിപ്പോൾ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ആമസോൺ വഴിയാണ് ബുക്ക് ചെയ്തത്. നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ട് വഴി എനിക്ക് പണി കിട്ടിയ വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം ആമസോൺ വഴിയാണ് ബുക്ക് ചെയ്തത്. ഇനി ആമസോൺ എപ്പോഴാണ് പണി തരണമെന്ന് എനിക്കറിയില്ല. വാക്യൂം ക്ലീനർ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, വാക്യൂം ക്ലീനറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചെറുതും വലുതുമായ ഒരുപാട് ക്ലീനിങ് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്നതാണ്. ഡസ്റ്റ് അലർജി പോലുള്ള അസുഖങ്ങളുള്ളവർക്കും പ്രായം ചെന്നവർക്കും ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനറായ ബ്ലാക്ക് ഡക്കറിന്റെ പാക്കേജ്. ഇതിന്റെ പാക്കേജിന്റെ പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒരു സൈഡിലായി ബ്ലാക്ക് ഡക്കർ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ 1 പ്രോഡക്റ്റ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് പല ലാംഗ്വേജിലായിട്ട് താഴോട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു 4 ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അതായത് മാറ്റ് ക്ലീൻ ചെയ്യുന്നതിൻ്റെയും വെള്ളമൊക്കെ വൈപ്പ് ചെയ്യുന്നതിൻ്റെയും കാർ ക്ലീനിങ്ങിൻ്റെയും ഔട്ട്ഡോർ യൂസിൻ്റെയും ഒക്കെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 1400 വാട്ടാണ് ഇതിൻ്റെ. വെറ്റ് ആൻഡ് ഡ്രൈ വാക്യൂം ക്ലീനറെന്നും എഴുതിയിട്ടുണ്ട്. 6 month വാറണ്ടിയാണ് കമ്പനി ഇതിന് നൽകിയിരിക്കുന്നത്. 15 ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഇതിന്. അതായത് ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് ഈ 15 ലിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വാഷബിൾ ഡസ്റ്റ് ബാഗും നൽകുന്നുണ്ട്, ഹെപ്പ ഫിൽറ്ററും നൽകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇത് 3-in-1 യൂസാണ്. വെറ്റ് ആൻഡ് ഡ്രൈ യൂസേജിനും ബ്ലോവറായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 99.97% ഫ്രീ ഓഫ് അലർജറ്റിക് ഏജൻസ് എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഡസ്റ്റ് മോണിറ്ററിംഗ് ചെയ്യാനായി LED ലൈറ്റ് ഉണ്ടെന്നുള്ളതും പ്രധാനമായും കൊടുത്തിട്ടുണ്ട്. അടുത്ത സൈഡിലും ഇതൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് മാനുവലായി തന്നെ ഡ്രെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. താഴ്ഭാഗത്തെ ഒരു കേപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടാങ്കിനകത്തുള്ള വെള്ളം പൊടിയുമൊക്കെ പുറത്ത് കളയുവാൻ സാധിക്കുന്നതാണ്. ക്ലീൻ ചെയ്യുമ്പോൾ വലിയ എമൗണ്ടിലുള്ള വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഡ്രെയിൻ ചെയ്യേണ്ടതായി വരും. ക്ലോത്ത് ബാഗ് ഫിൽറ്റർ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. പാക്കേജിൽ കൊടുത്തിട്ടുള്ള വില എന്ന് പറയുന്നത് 11,500 രൂപയാണ്. എന്നാൽ ഞാൻ ആമസോൺ വഴി വാങ്ങിയപ്പോൾ എനിക്ക് 6,500 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ബോക്സും കൂടെ ഒന്ന് തുറന്നു നോക്കാം. ഇത് തുറന്നപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് ഡസ്റ്റ് ബാഗാണ്. ഡസ്റ്റ് ബാഗ് ഫ്രണ്ടിലിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. അടുത്ത് ഒരു കണക്റ്റിംഗ് പൈപ്പാണ്. ഇത് നീളം കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെ ഇത് നമുക്ക് ഉപകാരപ്പെടും. അടുത്ത് വീണ്ടും ഒരു കണക്റ്റിംഗ് പൈപ്പ് കൂടെ ഉണ്ട്. അങ്ങനെ 2 കണക്റ്റിംഗ് പൈപ്പാണ് ഇതിലുള്ളത്. അടുത്തതായി ഒരു ഫ്ലോർ ബ്രഷാണ്.
വെറ്റ് ആൻഡ് ഡ്രൈ യൂസേജിനായിട്ട് ഒരു ഫ്ലോർ ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ഫ്ലെക്സിബിൾ ഹോസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരു സോഫ ക്ലീനിങ് ബ്രഷ് ആണ്. അടുത്ത നമുക്ക് കാണാൻ കഴിയുന്നത് ക്രീവിസ് നോസിൽ എന്ന് പറഞ്ഞ ഒരു നോസിലാണ്. ഇത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ യൂസേജിന് ഇത് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ബ്ലാക്ക് ഡക്കറിന്റെ വാക്വം ക്ലീനർ. അപ്പം ഞാൻ വാക്വം ക്ലീനറിനെ പുറത്തെടുത്തു. ഫ്ലെക്സിബിൾ ഹോസ് പോയിട്ട് ബാക്കി എല്ലാ ഐറ്റവും പ്ലാസ്റ്റിക് കവറിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ബോക്സിൽ നിന്ന് എല്ലാ ഐറ്റവും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പവർ കോഡ് നോക്കുകയാണെങ്കിൽ 5 മീറ്റർ നീളമുള്ള പവർ കോഡാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിന് വീല് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായി 4 വീലുകളും ഇതിന് കൊടുത്തിട്ടുണ്ട്. ഈ 4 വീലും നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീലുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ മെഷീൻ എടുത്ത് കമഴ്ത്തി വെക്കേണ്ടതായിട്ടുണ്ട്. കുത്തി വെച്ചിട്ട് വീലുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്കിതിൽ വീലുകൾ ഫിറ്റ് ചെയ്യാൻ കഴിയും. ഈ ഭാഗത്തായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ 4 വീലുണ്ട് ഇതിന്. 4 വീലും അങ്ങനെ ഞാൻ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് തിരിച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലീനറിനെ വീല് ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെയാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും 360 ഡിഗ്രി എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇത് നിൽക്കാവുന്നതാണ്. വളരെ ഈസിയായി ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഹാൻഡിലും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീലുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മെഷീൻ മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ പവർ ബട്ടൺ. മുകളിലായി തന്നെ നമുക്കൊരു LED ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായ ഒരു ഹാൻഡിലും ഇതിനായി കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഐറ്റവും നമുക്ക് വെവ്വേറെയായി ഒന്ന് നോക്കാം. ഇത് ഫ്ലെക്സിബിൾ ഹോസ് ആണ്. 4 അടി നീളമുള്ളതാണിത്. ഇതിന്റെ 2 സൈഡിലും വന്ന കണക്ടറൊക്കെ നമുക്ക് 360 ഡിഗ്രി തിരിക്കാൻ പറ്റുന്നതാണ്. എങ്ങോട്ട് വേണമെങ്കിലും മെഷീൻ മൂവ് ചെയ്യിക്കാൻ സഹായകരമാണിത്. വളരെ കംഫർട്ടായിട്ടുള്ള ഒരു വാഷബിൾ ഡസ്റ്റ് ബാഗാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണിത്. പ്രധാനമായും ഇത് യൂസ് ചെയ്യുന്നത് ഡ്രൈ ക്ലീനിങ്ങിന് നമുക്ക് ഈ ബാഗ് മെഷീനകത്ത് ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡ്രൈ ക്ലീനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ഡ്രൈ വേസ്റ്റ് ഒക്കെ ഈ ഹോളിൽ കൂടി ബാഗിനകത്തേക്ക് വന്ന് വീഴുന്നതാണ്. ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഒക്കെ എളുപ്പത്തിൽ ഡിസ്ട്രോയ് ചെയ്യുവാൻ ഈ ബാഗിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ ഫ്ലോർ ബ്രഷിൽ വന്നിട്ട് ഇതാണ് ഇതിന്റെ അടിഭാഗം. ഫ്ലോർ ബ്രഷിന്റെ അടിഭാഗം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിന്റെ മുകൾ ഭാഗത്തായി ഒരു പവർ ബട്ടൺ പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബ്രഷ് താഴോട്ട് വരുന്നത് കാണാം. ബാക്കിലായിട്ട് വൈപ്പ് ചെയ്യുന്ന ഒരു വൈപ്പറും താഴോട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടും ഒരുമിച്ചാണ് താഴോട്ട് വരുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ യൂസേജിന് എന്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് നമുക്ക് ഫ്ലോറൊക്കെ ഈസിയായി തൂക്കുവാനും വെള്ളം ഉപയോഗിച്ച് ഈസിയായി കഴുകുവാനും ഒക്കെ. നമുക്ക് വൈപ്പറും ബ്രഷും ആവശ്യമില്ല എങ്കിൽ അത് തിരിച്ച് സ്വിച്ച് വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചകത്തോട്ട് പോകും. 2 വീലും അതിന് കൊടുത്തിട്ടുണ്ട്. ഇത് സോഫ ബ്രഷാണ്.
സോഫ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് സോഫയും മെത്തയും പിന്നെ കാറിന്റെ സീറ്റുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ക്രീവിയസ് നോസിൽ എന്ന് പറയുന്നതിന്. കോർണറിലൊക്കെ പൊടിയൊക്കെ എടുക്കുവാനും വെള്ളം സക്ക് ചെയ്തെടുക്കുവാനും ഒക്കെ ഇത് വെച്ച് നമുക്ക് സാധിക്കും. കൂടാതെ പാറ്റ, പല്ലി, ചിലന്തി തുടങ്ങിയ ജീവികളെയും ഇത് ഈസിയായി പിടിച്ചെടുക്കും. kPa എനർജിയാണ് മെഷീനിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നോസിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള വേക്കം പവറാണ് ഇതിന് കിട്ടുന്നത്. വേക്കം ക്ലീനറിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ സ്റ്റോറിംഗ് സ്പേസ്. പിന്നെ ഒരു ഹെപ്പ ഫിൽറ്റർ നമുക്ക് കാണാൻ കഴിയും. ഡ്രൈ ക്ലീനിങ് ചെയ്യുമ്പോൾ ഹെപ്പ ഫിൽറ്റർ ഫിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെറ്റ് ക്ലീനിങ് ചെയ്യുമ്പോൾ ഹെപ്പ ഫിൽറ്റർ എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഹെപ്പ ഫിൽറ്റർ മാറ്റിയിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടാകാതെ ദീർഘനാൾ നിൽക്കുന്നതും അത് സേഫ്റ്റിയുമാണ്. പിന്നെ ഒരു സ്പോഞ്ച് ഫിൽറ്റർ നമുക്ക് കാണാൻ സാധിക്കും. വെറ്റ് ക്ലീനിങ്ങിനാണ് സ്പോഞ്ച് ഫിൽറ്റർ ഉപയോഗിക്കുന്നത്. ഹെപ്പ ഫിൽറ്റർ വെച്ചതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് അടയ്ക്കുവാൻ വേണ്ടി ഒരു അടപ്പും ഇതിനായി തന്നിട്ടുണ്ട്. ആ അടപ്പാണിത്. ഇത് ലോക്ക് ചെയ്യാനാണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഇത് മുകളിലോട്ടാക്കി ഞാൻ ഈ സൈഡിലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ ഹോസ് നമുക്ക് ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഈ ഭാഗമാണ് മെഷീനിൽ ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഫിറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നമ്മളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ക്ലിക്ക് എന്നൊരു സൗണ്ട് കേട്ടു. പിന്നെ ഇത് ഊരാനാണെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് ഒരു പ്രസ് ബട്ടണുണ്ട്, ആ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കിത് ഊരാൻ കഴിയും. ഫിറ്റ് ചെയ്യാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ എൻഡ്. അപ്പം ഞാനിപ്പം ഈ നോസിലാണ് ഞാൻ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇത് ഊരി ഇന്ന് നമുക്ക് ഇതിൽ കുറച്ച് നീളം വേണമെങ്കിൽ നീളം കൂട്ടണമെങ്കിൽ നമുക്ക് ഇത് പിടിപ്പിക്കാം. ഇത് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതും കൂടെ പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഹൈറ്റിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഇത് എളുപ്പമായിരിക്കും. കുറച്ചും കൂടെ നമുക്ക് നീളം കിട്ടും. അതിനായിട്ട് എക്സ്റ്റൻഡബിൾ പൈപ്പുണ്ട്. അപ്പം പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തു. പൈപ്പ് കണക്ട് ചെയ്തതിന് ശേഷം ഈ നോസിലും കണക്ട് ചെയ്തു. അപ്പം ഈ നോസിൽ മാറ്റി നമുക്കിത് സോഫ ക്ലീനർ ബ്രഷ് ആണെങ്കിലും നമുക്ക് പിടിപ്പിക്കാം. സോഫയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ഡയറക്റ്റ് വേണമെങ്കിലും പിടിപ്പിക്കാം. ഇത് ഫ്ലോർ ബ്രഷ്. ഇത് 360 കറങ്ങുന്ന ഒന്നാണ്. ഫ്ലോർ ബ്രഷ് ഹാൻഡിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈസിയായി ഹാൻഡിൽ ചെയ്യുവാൻ വേണ്ടി 35 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ അത് തിരിയുവാൻ വേണ്ടി ഒരു സംവിധാനവും ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ടൈറ്റാണ്, അതൊന്ന് ലൂസാക്കേണ്ടതുണ്ട്. ലൂസാക്കിയതിന് ശേഷം നമുക്ക് 35 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ അത് തിരിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ വേറൊരെന്ന് പറഞ്ഞാൽ ഇതിപ്പം സക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ പിടിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ ബ്ലോവർ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മളിതിൻ്റെ ബാക്കിലാണ് പിടിപ്പിക്കേണ്ടത്. ഇനി നമ്മുടെ ക്ലോത്ത് ഡസ്റ്റ് ബാഗ് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്ന് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ചരിച്ചതിൻ്റെ അകത്തോട്ട് കയറ്റേണ്ടതായിട്ടുണ്ട്. ഫിറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. ചരിച്ചതിൻ്റെ അകത്തോട്ട് കയറ്റി നമ്മൾ തിരിച്ചൊന്ന് വെച്ച് കൊടുത്താൽ മതി. തിരിച്ച് വെച്ച് കൊടുത്താൽ അത് ലോക്കാവും. ഇപ്പോൾ ഇത് ലോക്കായിട്ടുണ്ട്. ഇപ്പോൾ ലോക്കായി. ഇനി നമുക്ക് അതിൻ്റെ മെയിൻ യൂണിറ്റ് എടുത്ത് ഇതിൽ അടച്ചു വെച്ചാൽ നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. ഇനി അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
സാധാരണയായി ഏതെങ്കിലും എക്യുപ്മെൻറ്റ്സ് വാങ്ങിയാൽ അതിൻ്റെ കണക്റ്റിംഗ് സാധനങ്ങളൊക്കെ മിസ്സാവുന്നത് പതിവാണ്. എന്നാൽ ഇതിന് അങ്ങനെ സംഭവിക്കാൻ യാതൊരു വഴിയുമില്ല. വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കണക്റ്റിംഗ് ഐറ്റംസ് ഒക്കെ നമുക്ക് അതിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് കമ്പനി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എക്യുപ്മെൻറ്റ്സ് ഒക്കെ മിസ്സാവാതെ സൂക്ഷിക്കാൻ നമുക്കിതിലൂടെ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതാണ്. Please subscribe to my YouTube channel and click the bell icon for more updates.